അമേരിക്ക കൈയൊഴിഞ്ഞ ഉക്രൈന് കൈ നൽകാൻ ഇപ്പോൾ രംഗത്ത് വരികയാണ് ബ്രിട്ടനും ഫ്രാൻസും. നിലവിലെ അമേരിക്കൻ നീക്കങ്ങൾ കാലങ്ങളായി അമേരിക്കയെ പിന്തുണച്ചു വന്നിരുന്ന പാശ്ചാത്യ ചേരികളായ ഫ്രാൻസിനും ബ്രിട്ടനും ജർമ്മനിക്കുമൊന്നും ഇപ്പോൾ അസ്വീകാര്യമാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. ഇതേ തുടർന്ന് അമേരിക്കയെ മറികടന്ന് ഉക്രൈന് പാശ്ചാത്യ സൈനിക സഹായങ്ങൾ ലഭ്യമാക്കാൻ ഒരുങ്ങുകയാണ് ഈ രാജ്യങ്ങൾ എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട്. ഇതിൽ ജർമ്മനിയുടെ പേര് പറയപ്പെടുന്നില്ലെങ്കിൽ പോലും ജർമ്മനിയും ഏകദേശം ഈ സഖ്യസാധ്യതകളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് വരുന്ന റിപ്പോർട്ട്. ഏകദേശം 30,000-ഓളം വരുന്ന സൈനിക സംഘങ്ങളെ ഉക്രൈനിൻ്റെ സുരക്ഷയ്ക്കായി ഉക്രൈനിലേക്ക് അയക്കാനാണ് യൂറോപ്പിലെ രാജ്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ബ്രിട്ടന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ നീക്കത്തിന് ഫ്രാൻസും ഇപ്പോൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ ഫ്രാൻസും ബ്രിട്ടനുമാണ് ഇതിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്, രംഗത്ത് വന്നിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമാണ്. മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നും അവരെല്ലാം എത്രമാത്രം സൈനികരെ വിട്ടു നൽകും എന്നതിലൊന്നും ഇപ്പോൾ വ്യക്തതകൾ കൈവന്നിട്ടില്ല. എന്നാൽ ബ്രിട്ടനും ഫ്രാൻസും തന്നെയാകും ഭൂരിഭാഗം സൈനികരെയും തയ്യാറാക്കുക എന്ന് ഉറപ്പായിട്ടുണ്ട്. എത്ര കാലത്തേക്കാവും സൈനികരെ വിന്യസിക്കുക എന്നതും വ്യക്തമല്ല. ദി ടൈംസ് ന്യൂസ് ആണ് ഇക്കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഉക്രൈൻ യൂറോപ്പിലാണ്. യൂറോപ്പിലെ ഒരു മിത്രരാജ്യം അപകടാവസ്ഥയിലാണ്. ഈ സാഹചര്യത്തിൽ ഉക്രൈനെ രക്ഷിക്കാൻ ചെയ്യാവുന്നത് ചെയ്യണം എന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞത്. ബ്രിട്ടൻ ഇത്തരമൊരു പദ്ധതി ലക്ഷ്യമിടുന്നു എന്നും തങ്ങൾ അതിന് നേതൃത്വം നൽകും എന്നും സ്റ്റാർമർ വ്യക്തമാക്കി. US സഹായം വെട്ടിക്കുറക്കുന്നതിനെ കുറിച്ചുള്ള ആശങ്കകൾക്കിടയിൽ ഉക്രൈന് സൈനിക പിന്തുണ തുടരാൻ തയ്യാറുള്ള രാജ്യങ്ങളെ അണിനിരത്തുക എന്ന ലക്ഷ്യത്തോടെ ഈ മാസം ആദ്യം ഫ്രാൻസിനൊപ്പം സഖ്യത്തിനുള്ള പദ്ധതികൾ സ്റ്റാർമർ ആദ്യമായി പ്രഖ്യാപിച്ചു. അതിനുശേഷം ശനിയാഴ്ച ഈ സഖ്യം യോഗം ചേരുകയും യോഗത്തിന് ശേഷം നടന്ന ഒരു പത്രസമ്മേളനത്തിൽ ഡസൻ കണക്കിന് യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളോടൊപ്പം ഈ പദ്ധതിക്കൊപ്പം ചേരുമെന്നും സ്റ്റാർമർ വ്യക്തമാക്കിയിട്ടുണ്ട്. സൈനികരുടെ എണ്ണവും വിന്യാസ സമയവും ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ചർച്ച ചെയ്യാൻ UK പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി ഈ ആഴ്ച ലണ്ടനിൽ സൈനിക മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തും. റഷ്യയെ നേരിടുക എന്ന ഉദ്ദേശത്തോടെയല്ല സൈനികവൽക്കരണമെന്നും ഉക്രൈന്റെ സുരക്ഷയാണ് പ്രാധാന്യമെന്നും വ്യക്തമാക്കിയ സ്റ്റാർമർ റഷ്യയും ഉക്രൈനും തമ്മിൽ സമാധാന ധാരണ കൈവന്ന ശേഷം മാത്രമേ സൈനികവൽക്കരണം ഉക്രൈനകത്ത് നടത്തുകയുള്ളൂ എന്നും വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം ബ്രിട്ടന്റെ ഈ പദ്ധതിക്കെതിരെ റഷ്യ അതിശക്തമായിട്ട് തന്നെ രംഗത്ത് വന്നു. ഉക്രൈനിൽ യാതൊരു തരത്തിലുള്ള അന്താരാഷ്ട്ര സൈനികവൽക്കരണവും യൂറോപ്യൻ സൈനികവൽക്കരണവും അനുവദിക്കില്ല എന്ന് കട്ടായം പറഞ്ഞിരിക്കുകയാണ് റഷ്യ. റഷ്യൻ സുരക്ഷാ ചെയർമാൻ ദിമിത്രി മെദ്വദേവാണ് ഇക്കാര്യം വ്യക്തമാക്കി രംഗത്ത് വന്നത്. സുരക്ഷാ അപകട സാധ്യതകൾ കാരണം ഈ ആശയം റഷ്യക്ക് പൂർണ്ണമായും അസ്വീകാര്യമാണ് എന്നും ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവും വ്യക്തമാക്കി. സമാധാന പരിപാലന ഉത്തരവിന് കീഴിലാണെങ്കിൽ പോലും നാറ്റോ സേനയെയോ യൂറോപ്യൻ സേനയെയോ വിന്യസിക്കുന്നത് മോസ്കോയ്ക്കും സൈനിക സംഘത്തിനുമിടയിൽ നേരിട്ടുള്ള യുദ്ധത്തിന് കാരണം ആകും എന്നതാണ് റഷ്യയുടെ വാദം. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഉക്രൈൻ ഭൂമിയിൽ കണ്ണനട്ടുള്ള മൂന്നാം കക്ഷിയുടെ രംഗപ്രവേശനത്തിനുള്ള വഴി തുറക്കലാണ് ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഇപ്പോഴത്തെ പുതിയ നീക്കത്തിന് പിന്നിൽ എന്നും വിലയിരുത്തുന്നവരുണ്ട്. ഏതായിരുന്നാലും റഷ്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചക്കും തയ്യാറല്ല. ഈ സാഹചര്യത്തിൽ ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും നീക്കങ്ങൾ എത്രമാത്രം മുന്നോട്ടു പോകുമെന്നും കണ്ടറിയേണ്ടതുണ്ട്. waytonikah.com, the exclusive Muslim matrimonial site.